ഇരമ്യാവ് അധ്യായം 49. അമ്മോനിനെക്കുറിച്ചുള്ള അള്ളപ്പാട്. പ്രാരം അരുളി ചെയ്യുന്നു. ഇസ്രായേലിന് പുത്രന്മാരില്ലയോ? അവന് അവകാശിയില്ലയോ? പിന്നെ മൽക്കവും ഗാദിനെ കൈവശമാക്കി അവൻ്റെ ജനം അതിലെ പട്ടണങ്ങളിൽ പാർക്കുന്നുവെന്ന്. ആകയാൽ ഞാൻ അമ്മോന്യരുടെ രബയിൽ യുദ്ധത്തിൻ്റെ ആർപ്പുവിളി കേൾപ്പിക്കുന്ന കാലം വരുന്നുവെന്ന് അള്ളപ്പാട്. അന്ന് അത് ശൂന്യമായി കൽക്കുന്നാകും. അതിൻ്റെ പുത്രി നഗരങ്ങളും തീപിടിച്ച് വെന്തുപോകും. ഇസ്രായേൽ തന്നെ കൈവശമാക്കി ഇവരെ കൈവശമാക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഹെശ്ബോനെ മുറിയിടുക, ഹായ് ശൂന്യമായി പോയിരിക്കുന്നുവല്ലോ. രബയുടെ പുത്രി നഗരങ്ങളെ നിലവിളിപ്പിൻ, രട്ടെടുത്തുകൊള്ളുവിൻ, വിലപിച്ചുകൊണ്ട് വേലികൾക്കരികെ ഉഴന്നെടുപ്പിൻ. മൽക്കോമോ അവൻ്റെ പുരോഹിതന്മാരും പ്രഭുക്കന്മാരും എല്ലാം പ്രവാസത്തിലേക്ക് പോകും. ആരെൻ്റെ നേരെ വരുമെന്ന് പറഞ്ഞ് തന്റെ ഭണ്ഡാരങ്ങളിൽ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വാസത്യാഗിനിയായ പുത്രി താഴ്വരകളിൽ നീ പ്രശംസിക്കുന്നുണ്ട്. നിന്റെ താഴ്വരകൾ ഒഴുകിപ്പോകുന്നു. ഇതാ നിന്റെ ചുറ്റുമുള്ള എല്ലാവരാലും ഞാൻ നിനക്ക് ഭയം വരുത്തുമെന്ന് സൈന്യങ്ങളിലെ യഹോവയായ കർത്താവ് എൻ്റെ അരുളപ്പാട്. നിങ്ങൾ ഓരോരുത്തർ നല്ല ശോഭനെ ചെതറിപ്പോകും. ഒഴിഞ്ഞു നടക്കുന്നവരെ കൂട്ടിച്ചേർപ്പാൻ ആരും ഉണ്ടാകിയില്ല. എന്നാൽ ഒടുക്കി ഞാൻ അമ്മോന്യരുടെ പ്രവാസം മാറ്റുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഏദോമിനെക്കുറിച്ചുള്ള അരുളപ്പാട്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. തേമാനി ഇനി ജ്ഞാനമില്ലയോ? ആലോചന വിവേകളെ വിട്ട് നശിച്ചുപോയോ? അവർ ജ്ഞാനം ക്ഷയിച്ചു പോയോ? ദേദാൻ നിവാസികളെ ഓടിപ്പോകുകയും പിന്തിരിഞ്ഞ് കുഴികളിൽ പാർത്തുകൊള്ളുകയും ഞാൻ ഏശാവിൻ്റെ ആപത്ത് അവൻ്റെ ദർശനകാലം തന്നെ അവന് വരുത്തും. മുന്തിരിപ്പഴം പറിക്കുന്നവർ നിന്റെ അടുക്കൽ വന്നാൽ കാല പറിപ്പാൻ ചിലത് ശേഷിപ്പിക്കില്ലയോ? രാത്രി കള്ളമ്മ വന്നാൽ തങ്ങൾക്ക് മതിയാകുവോളം മാത്രമല്ലോ നശിപ്പിക്കുന്നത്. എന്നാൽ ഏശാവിനെ ഞാൻ നഗ്നമാക്കി അവൻ്റെ കൂടസ്ഥലങ്ങളെ അനാവൃതമാക്കിയിരിക്കുന്നു. അവന് ഓടിച്ചുകൊള്ളുവാൻ കഴിയുകയില്ല. അവൻ്റെ സന്തതിയും സഹോദരന്മാരും അയൽക്കാരും നശിച്ചുപോയി. അവനും ഇല്ലാതെയായിരിക്കുന്നു. നിന്റെ അനാഥന്മാരെ ഉപേക്ഷിക്കുക, ഞാൻ അവരെ ജീവനോട് രക്ഷിക്കും. നിന്റെ വിധവമാർ എന്നിൽ ആശ്രയിക്കട്ടെ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. പാനപാത്രം കുടിപ്പാൻ അർഹതയില്ലാത്തവർ കുടിക്കേണ്ടി വന്നു. പിന്നെ നിനക്ക് ശിക്ഷ വരാതെ പോകുമോ? നിനക്ക് ശിക്ഷ വരാതെ പോകുകയില്ല, നീയും കുടിക്കേണ്ടി വരും. ബൊസ്ര സ്തംഭനവും നിന്നെയും ശൂന്യവും ശാപവുമായി ഭവിക്കും. അതിൻ്റെ എല്ലാ പട്ടണങ്ങളും നിധിശൂന്യങ്ങളായി തീരുമെന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നുവെന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ ഒരുമിച്ച് കൂടി അതിനെ നേരെ ചെല്ലുവിൻ, യുദ്ധത്തിനായി എഴുന്നേൽപ്പിൻ എന്നിങ്ങനെ വിളിച്ചു പറയാൻ ഒരു ദൂതനെ ജാതികളുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു എന്നൊരു വർത്തമാനം ഞാൻ യഹോവയിൽ നിന്ന് കേട്ടു. ഞാൻ നിന്നെ ജാതികളുടെ ഇടയിൽ ചെറിയവനും മനുഷ്യരുടെ ഇടയിൽ നിന്നതിനുമാക്കും. ഭാരപ്പുളർപ്പുകളെ പാർത്ത് കുന്നുകളുടെ മുകൾ പിടിച്ചുകൊണ്ടിരിക്കുന്നവനെ നിന്റെ ഭയങ്കരത്തിന് വിചാരിച്ച നിന്റെ ഹൃദയത്തിലെ അഹങ്കാരം നിന്നെ ചതിച്ചിരിക്കുന്നു. നീ കഴിവിനെ പോലെ നിന്റെ കൂട് ഉയരത്തിൽ വെച്ചാലും അവിടെ നിന്ന് ഞാൻ നിന്നെ താഴെ ഇറങ്ങുമാറാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഏതോം സ്തംഭന വിഷയമായി തീരും. അതിനരികത്തുകൂടി കടന്നു പോകുന്ന ഏവരും സ്തംഭിച്ച് അതിൻ്റെ സകല ബാധകളും നിമിത്തം ചൂടുകൂത്തും. സോദോമിൻ്റെയും ഗോമോരയുടെയും അവയുടെ അയൽപട്ടണങ്ങളുടെയും ഉന്മൂലനാശശേഷം എന്നപോലെ അവിടെ ആരും പാർക്കിയില്ല, ഒരു മനുഷ്യൻ അവിടെ വസിക്കുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. യോർദാൻ്റെ വൻകാട്ടിൽ നിന്ന് ഒരു സിംഹം എന്നപോലെ അവനെപ്പോഴും പച്ചയായിരിക്കുന്ന മേച്ചിൽപ്പുറങ്ങളിലേക്ക് കയറി വരുന്നു. ഞാൻ അവരെ പെട്ടെന്ന് അതിൽ നിന്ന് ഓടിച്ചു കളയും. ഞാൻ തിരഞ്ഞെടുക്കുന്ന ഒരാളെ അതിന് നിയമിക്കും. എനിക്ക് സമനായവനാർ, എനിക്ക് നേരം കുറിക്കുന്നവനാർ, എൻ്റെ മുമ്പാകെ നിൽക്കാവുന്ന ഇടയനാർ. അതുകൊണ്ട് യഹോവ ഏദോമിനെക്കുറിച്ച് ആലോചിച്ച ആലോചനയും തേമാ നിവാസികളെക്കുറിച്ച് നിരൂപിച്ച നിരൂപണങ്ങളും കേൾപ്പിൻ. ആട്ടിൻകൂട്ടത്തിൽ ചെറിയവരെ അവർ അഴിച്ചുകൊണ്ടുപോകും. അവൻ അവരുടെ മേച്ചൽപ്പുറങ്ങളെ അവരോടുകൂടെ ശൂന്യമാക്കും. അവരുടെ വീഴ്ചയുടെ മുഴക്കത്തെങ്കിൽ ഭൂമി നൽകുന്നു. ഒരു നിലവിളി അതിൻ്റെ ഒച്ച ചെങ്കടലിൽ കേൾക്കുന്നു. അവൻ കഴുകനെ പോലെ പൊങ്ങി പറന്നു വന്ന് ബുസ്രയുടെ മേൽ ചിറക് വിടർക്കും. എന്നാൽ ഏതോമിലെ വീരന്മാരുടെ ഹൃദയം നോവുകിട്ടിയ സ്ത്രീയുടെ ഹൃദയം പോലെയാകും. ദമ്മേശക്കിനെക്കുറിച്ചുള്ള അരുളപ്പാട്. ഹമാത്തും അർപ്പാത്തും ദോഷവർത്തമാനം കേട്ടതുകൊണ്ട് ലജ്ജിച്ച് ഉരുകിപ്പോയിരിക്കുന്നു. കടൽ വരെ ദുഃഖം വ്യാപിച്ചിരിക്കുന്നു. അതിന് അടങ്ങിയിരിക്കാൻ കഴിവില്ല. ദമ്മേശക്ക് ക്ഷീണിച്ച് ഓടിപ്പോകുവാൻ തിരിയുന്നു. നടുക്കം അതിന് പിടിച്ചിരിക്കുന്നു. നോവ് കിട്ടിയ സ്ത്രീക്കെന്ന പോലെ അതിന് അതിവ്യസനവും വേദനയും പിടിപെട്ടിരിക്കുന്നു. കീർത്തിയുള്ള പട്ടണം എൻ്റെ ആനന്ദപുരം ഉപേക്ഷിക്കാതിരിക്കുന്നത് എങ്ങനെ? അതുകൊണ്ട് അതിലെ യവനക്കാർ അതിൻ്റെ വീതികളിൽ വീഴുകയും സകല യോദ്ധാക്കളും അന്ന് നശിച്ചു പോവുകയും ചെയ്യുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഞാൻ ദമ്മേശക്കിൻ്റെ മതിലുകൾക്ക് തീ വയ്ക്കും. അത് ബെൻഹദദിൻ്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. ബാബേൽ രാജാവ് നെബൂഖദ്നേസർ ജയിച്ചിറക്കിയ കേദാരിനെയും ഹാസോർ രാജ്യങ്ങളെയും കുറിച്ചുള്ള അരുളപ്പാട്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. നിങ്ങൾ പുറപ്പെട്ട് കേദാരിൽ ചെന്ന് കിഴക്കരെ നശിപ്പിച്ച് കളയും. അവരുടെ കൂടാരങ്ങളെയും ആട്ടുകൂട്ടങ്ങളെയും അവർ അപഹരിക്കും. അവരുടെ തിരശ്ശീലകളെയും നിസ്സകല ഉപകരണങ്ങളെയും ഒട്ടകങ്ങളെയും അവർ കൊണ്ടുപോകും. സർവത്ര ഭീതി എന്നവർ അവരോട് വിളിച്ചു പറയും. ഹാസോർ നിവാസികളെ ഓടിപ്പോകുകയും അതിദൂരത്തെ എന്ന് കുഴിയിൽ പാർത്തുകൊള്ളുകയും എന്ന യഹോവയുടെ അരുളപ്പാട്. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ നിങ്ങളെക്കുറിച്ചൊരു ആലോചന ആലോചിച്ച് ഒരു നിരൂപണം നിരൂപിച്ചിരിക്കുന്നു. വാതിലുകളും ഓടാമ്പലുകളും ഇല്ലാതെ തനിച്ച് പാർക്കുന്നവരും സ്വൈര്യവും നിർഭയവുമായി വസിക്കുന്നവരുമായ ജാതിയുടെ അടുക്കൽ പുറപ്പെട്ടു ചെല്ലുകയും എന്ന യഹോവയുടെ അരുളപ്പാട്. അവരുടെ ഒട്ടകങ്ങൾ കവർച്ചയും അവരുടെ കന്നുകാലിക്കൂട്ടങ്ങൾ കൊള്ളയുമായി തീരും. തലയുടെ അരികു ഓടിച്ചവരെ ഞാൻ എല്ലാ കാറ്റുകളിലേക്കും ചിഹ്നിച്ചു കളയുകയും 4 പുറത്തു നിന്നും അവർക്ക് ആപത്ത് വരുത്തുകയും ചെയ്യുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഹാസോർ കുടുനരികളുടെ പാർപ്പിടവും നിത്യശൂന്യമായി തീരും. ആരും അവിടെ പാർക്കില്ല, ഒരു മനുഷ്യനും അവിടെ വസിക്കുകയുമില്ല. യഹൂദ രാജാവായ സിദെക്കീയാവിൻ്റെ വാഴ്ചയുടെ ആരംഭത്തെങ്കിൽ ഏലാമിനെക്കുറിച്ച് യിരെമ്യാ പ്രവാചകൻ ഉണ്ടായ അരുളപ്പാടെന്നാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞാൻ ഏലാമിൻ്റെ മുഖ്യബലമായി അവരുടെ വില്ല് ഓടിച്ചു കളയും. ഞാൻ ഏലാമിൻ്റെ നേരെ ആകാശത്തിന് 4 ദിക്കിൽ നിന്നും 4 കാറ്റ് വരുത്തി ഈ എല്ലാ കാറ്റുകളിലേക്ക് അവരെ ചിഹ്നിച്ചു കളയും. ഏലാമിൻ്റെ പുരുഷന്മാർ ചെല്ലാത്തൊരു ജാതിയും ഉണ്ടായിരിക്കുകയില്ല. ഞാൻ ഏലാമിനെ അവരുടെ ശത്രുക്കളുടെ മുമ്പിലും അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ മുമ്പിലും നിർബന്ധിക്കും. ഞാൻ അവർക്ക് അനർത്ഥം എൻ്റെ ഉഗ്രകോപം തന്നെ വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിന്നാലെ വാളയച്ച് അവരെ മുടിച്ചു കളയും. ഞാൻ എൻ്റെ സിംഹാസനത്തെ ഏലാമിൽ സ്ഥാപിച്ച് അവിടെ നിന്ന് രാജാവിനെയും പ്രഭുക്കന്മാരെയും നശിപ്പിച്ച് കളയും എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഒടുക്കം ഞാൻ ഏലാമിൻ്റെ പ്രവാസം മാറ്റും എന്ന് യഹോവയുടെ അരുളപ്പാട്.